നമസ്കാരം. ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനോട് പറയേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ, അവരുടെ അടുത്ത ശമ്പള വർധനവ് പ്രതീക്ഷിച്ച് അവരിയ്ക്കുകയാണ്. അത് ഒരു കാരണവശാലും സാധിച്ചു കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു 25% ശമ്പളം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇപ്പം തന്നെ അവർ അമിതമായ ശമ്പളമാണ് വാങ്ങിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാക്സിമം ഒരു 75,000 രൂപ ഒരാൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ശമ്പളമേ കൊടുക്കാവുള്ളൂ. ഒന്നെങ്കിൽ ഭാര്യയും ഭർത്താവും, മിക്കവാറും അവർക്ക് 2 പേർക്കും ജോലി ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ വരുമാനം എന്താണ്? ഇതിലെല്ലാം ബാധിക്കുന്നത് ഈ സാധാരണ ജനങ്ങളെയാണ്. അവർക്ക് ഇതുപോലെ കൂടിപ്പോയാൽ 1,00,000 രൂപ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തോട്ടെ. അപ്പം സാധാരണപ്പെട്ടവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇപ്പം ഞാനിത് പറയുമ്പോൾ അവർ പറയും, അവന് ജോലി ഇല്ലാത്തതിൻ്റെ ഇതുകൊണ്ടാണ് അവൻ പറയുന്നത്, മറ്റുള്ളവരെ വിമർശിക്കുന്നത്. അതുകൊണ്ടല്ല, ജോലി ഉള്ളവരുടെ കാര്യമാണെങ്കിലും ഞാൻ പറയുന്നു. അവർ പറയുന്നത്, ഞങ്ങൾ അതുപോലെ അധ്വാനിച്ച് പഠിച്ച് ജോലി മേടിച്ചിട്ടാണ് ഞങ്ങൾ ശമ്പളം മേടിക്കുന്നത്. എന്താണ്? നിങ്ങൾ അധ്വാനിച്ച് ഒരു 50% അല്ലേ നിങ്ങൾ അധ്വാനിച്ചിട്ടുള്ളൂ. 50% നിങ്ങളുടെ കാരണവന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയും അവർക്ക് പണം ഉണ്ടായതുകൊണ്ട്, അവർ പഠിപ്പിച്ചതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു നിലയിലെത്തിയത്. അതുപോലെ തന്നെ ഇപ്പം ഇത് ശമ്പളം അഥവാ കുറച്ച് കഴിഞ്ഞാൽ അത് നടക്കുക എന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. കുറച്ച് കഴിഞ്ഞാൽ അന്നേരം ഇവരുടെ യൂണിയൻകാർ അന്നേരം രംഗത്തിറങ്ങിയാണ്. അത് പാടി അങ്ങനെ ഇങ്ങനെ സമരം ചെയ്യാൻ അവരുള്ളിടത്തോളം കാലം ഇവർക്കത് പേടിക്കേണ്ട കാര്യവുമില്ല. അവർ ഇറങ്ങി ഇവർക്ക് വേണ്ടി പ്രതികരിച്ചോളും. അതിന് മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശമ്പള വർധനവ് വേണ്ടാന്ന് വെക്കണം. ഇവിടുത്തെ സാധാരണക്കാരെ അവരെയാണ് ഉയർത്തിക്കൊണ്ട് വരുന്നത്. അവർക്ക് കുറച്ച് വെച്ച് ഇവിടുത്തെ 60 വയസ്സ് കഴിഞ്ഞ് സാധാരണപ്പെട്ടവർക്കൊരു 5,000 10,000 വെച്ച് മാസം കൊടുക്കുകയാണെങ്കിൽ ആ പൈസ മുഴുവൻ വിപണിയിലിറങ്ങി ഈ പൈസ വിനിമയം നടന്ന് സർക്കാരിന് വീണ്ടും വരുമാനം കൂടുകയുള്ളൂ. ഇവർക്ക് ഈ അമിത ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അത് വിപണിയിലോട്ട് ഇറങ്ങുന്നുണ്ടോ? ഇത് മുഴുവൻ അവർക്ക് പിന്നെ സമ്പാദിക്കണം എന്നുള്ള ഇതാണ്. അതെല്ലാം ഒന്നെങ്കിൽ ഈ പൊതുമേഖല ബാങ്കുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളിലെല്ലാം ഈ ലക്ഷങ്ങൾ കോടികൾ ഇങ്ങനെ ഒരു കൊണ്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മളെ തെറി പറഞ്ഞെന്നിരിക്കും. പക്ഷെ സംഭവം ഏകദേശം ഒരു കുറച്ചൊക്കെ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി പുതിയ നിയമനത്തിൽ ഒരു ടീം ആൻഡ് കണ്ടീഷൻ വെക്കണം. മാക്സിമം ഇത്ര രൂപ വരെ ശമ്പളം വരെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരികയുള്ളൂ. എത്ര വർഷം സർവീസ് ആയാലും ഇത്ര വരെ മാക്സിമം തരികയുള്ളൂ. നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ജോലിയിലേക്ക് പ്രവേശിച്ചാൽ മതി. അങ്ങനെ ഒരു നിബന്ധനയും കൂടെ വെച്ച് വേണം ജോലി കൊടുക്കാൻ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ വരുമാനം മുഴുവൻ ഇപ്പം ഈ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മൊത്തം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കടത്തൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം ഭയങ്കരമായ കടത്തയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ശമ്പള വർധനവും നടപ്പാക്കുകയും ചെയ്യരുത്. അതുമാത്രമല്ല, ഈ ശമ്പളം ഇതുപോലെ ലക്ഷങ്ങൾ മേടിച്ച് കഴിയുമ്പോൾ സാധാരണപ്പെട്ടവരെ കാണുമ്പോൾ അവർക്ക് എന്നാ പുച്ഛമാണെന്നറിയോ? ഞങ്ങൾ ഇത്രയും ഭയങ്കരമായി ശമ്പളം മേടിക്കുന്നു, നിങ്ങൾ ആര്? ഈ രീതിയിലാണ് അവർ മറ്റുള്ള ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെന്തെങ്കിലും പെട്ടെന്നൊരു മാർഗം ഉണ്ടാകേണ്ടതാണ്. ഇവിടെ സാധാരണപ്പെട്ടവർക്കും ജീവിക്കണം, അവർക്കും എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകണം. അതിനുവേണ്ടി സാറ് എന്തെങ്കിലും ഒരു മാർഗം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.